വയനാട് ചൂണ്ടയിൽ വാഹനാപകടത്തിലെ വഴിത്തിരിവ് എന്ന വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ്. ഒരു ഥാർ ജീപ്പും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു എന്നതായിരുന്നു ആദ്യം വന്ന വാർത്തയെങ്കിൽ അത് കൊലപാതകമെന്ന വിവരത്തിലേക്കാണ് ഇന്ന് നമ്മൾ കണ്ണുതുറന്നത്. അതും കൊലപാതകമെന്ന് പറയുമ്പോൾ മറ്റാരുമല്ല, പിന്നിലുള്ളത് സഹോദരങ്ങളാണ് കേസിൽ പ്രതികളാകുന്നത് എന്നുള്ളതാണ്. കൊലയിലേക്ക് നയിച്ചത് വ്യക്തി വൈരാഗ്യം എന്നുള്ള സൂചനയും ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. അപകട സ്ഥലത്ത് കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജീപ്പ് സുമിൽഷാദ് ജീപ്പ് വളരെ നേരത്തെ തന്നെ ഇതിനപ്പുറത്ത് മുസ്ലിം പള്ളിയുടെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ താർ ജീപ്പുമായി ഏതാണ്ട് ഒരു മണിക്കൂറോളം കാത്തുനിന്നു എന്നാണ് പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുണ്ടേൽ ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ്. ആ ഭാഗത്ത് നിന്ന് നവാസ് ഓട്ടോ ഓടിച്ചു വരുന്നു. അതായത് ഈ ഓട്ടോ വരുന്നു എന്നൊരു ഫോൺ കോൾ വന്നതിന് ശേഷം സുമിൻഷാദ് താർ ജീപ്പുമായി പെട്ടെന്ന് പള്ളിയുടെ അടുത്ത് നിന്ന് എടുത്ത് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അങ്ങനെ വന്ന് ഈ സ്ഥലത്ത് നിന്നാണ് കൂട്ടിയിടിക്കുന്നത്. എനിക്ക് പിന്നിലുള്ള ഈ റോഡിൽ നിന്ന് ഇവിടെ രണ്ട് വാഹനങ്ങൾക്ക് സുഗമമായി, പ്രത്യേകിച്ച് ഒരു ഓട്ടോയും താർ ജീപ്പും സുഗമമായി കടന്നു പോകാൻ സ്ഥലമുണ്ട്. എത്ര വേഗതയിലാണെങ്കിലും അവിടെ വെച്ച് ഈ ഓട്ടോയുടെ ഡ്രൈവർ സീറ്റിന്റെ മധ്യഭാഗത്തായി ജീപ്പ് ഇടിക്കുന്നു. വലത്തോട്ട് തിരിച്ച് ജീപ്പ് ഇടിച്ച് മതിലിൽ നമുക്ക് അതിന്റെ കലയൊക്കെ കാണാം. ഇവിടേക്ക് ഓട്ടോ മറയുന്നു. അതിനുശേഷം ജീപ്പ് തൊട്ടപ്പുറത്ത് പോയി ഇടിച്ച് നിൽക്കുകയാണ്. ഈ അപകടം നടന്നുടനെ തന്നെ നിങ്ങൾ സംശയത്തിലായിരുന്നല്ലോ. അതെ അതെ. എന്താണ് അങ്ങനെ ഒരു സംശയം തോന്നാനുണ്ടായ സാഹചര്യം? അവന് ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട വ്യക്തിയാ നവാസ്, അതുപോലെ എൻ്റെ മകനും. അപ്പോൾ നമുക്ക് ജ്യേഷ്ഠൻ്റെ മകനും എൻ്റെ മകൻ തന്നെ. അപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. രാവിലെ 4 മണിക്ക് അവൻ സ്റ്റാൻഡിൽ എത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ അവന് ഓട്ടോ ഓടി ഈ ഓട്ടോ ഓടിച്ച് പല കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള വ്യക്തി അവന്. അപ്പോൾ ഒരാൾക്കും അവന് മറക്കാൻ കഴിയില്ല. അങ്ങനെ ആ നിലക്കാണ് ഞങ്ങൾക്ക് സംശയം വന്നത്, നാട്ടുകാർക്കും കുടുംബത്തിനും സംശയം വന്നു. അത് ഈ രീതിയിൽ സാധാരണ ഒരു ആക്സിഡൻറ്റ് കേസിൽ അത് രീതിയിൽ അന്വേഷണം പോകാൻ പറ്റില്ല. ആദ്യം മുതലേ നമ്മളും നാട്ടുകാരും ഒരുമിച്ച് ചിന്തിച്ച അതേ സംശയങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത്. ഈ ആക്സിഡൻറ്റ് ആ 2 പേരിൽ മാത്രമായിട്ട് ചുരുക്കരുത്. അതിന് കൂടുതൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് വേണം. ഇപ്പൊ 8:25 അപകടം, 7:25 അവന്റെ ജീപ്പ് ജംഗ്ഷൻ അവിടെ ഉണ്ട്. അതിന് തൊട്ടടുത്താണ് എൻ്റെ വണ്ടി കിടക്കുന്നത്. ഞാൻ പേപ്പർ വായിച്ചിരിക്കുമ്പോഴാണ് അവൻ ഈ ജീപ്പ് അപ്പോൾ ഞാനിങ്ങനെ പുതിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ പുറകിൽ 2 സ്ത്രീയായിട്ട് ഞാൻ പുറകിൽ വന്ന് ആ വരവും ഇവിടുന്ന് അടിക്കുന്ന ആ 600 മീറ്റർ ദൂരത്ത് നിന്ന് കാണുമ്പോഴേക്കും ഞങ്ങൾ കണ്ടു ഇടിക്കുന്നത് ഇല്ലല്ലോ, കാണാൻ പറ്റിയില്ല. അത് ആ താഴെ ആയിരുന്നു ഞങ്ങൾ. ആ വണ്ടിയെ പുറകിൽ വന്ന് ഞാനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് പിടിച്ച് പുറത്തേക്ക് എടുത്ത്. ഈ സംഭവം നടന്നിട്ട് ഈ ആളിതാ സെൽഫി എടുക്കുകയാണ്. ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഒരു സെൽഫി എടുക്കുകയാണ്. ഈ സെൽഫി അത് ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ്. ഇതാ വണ്ടിന്റെ ഫ്രണ്ട് ഇതാ അതേ കണ്ടീഷനില് ആ ഫോട്ടോ ഇത് എടുത്തിട്ടാണ് ഞാനിത് ചെയ്ത് എന്ന് ബോധിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്താ? ഈ സഹോദരന്മാരെ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ. പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് ആ ഏരിയയിൽ വ്യാപകമാണ്. അതിലൊക്കെ മുൻ കണ്ണികളായിട്ട് ഇവരുണ്ട്. അതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒരു പ്രാവശ്യം നവാസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. നവാസ് ചോദ്യം ചെയ്തപ്പോൾ നവാസ് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു വെച്ചാൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, അതിലും ശ്രദ്ധയിൽ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനത് ഇവൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു, MD-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോടൊന്ന് കളിക്കാൻ നിൽക്കണ്ട, കളിച്ചാൽ ബുദ്ധിമുട്ടാവുമെന്ന് ഇതിന് മുമ്പ് ഈ പ്രതികൾ പറഞ്ഞിട്ടുണ്ട്. ഈ 2 പ്രതികളല്ല, വേറെ എന്തൊക്കെയോ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് പറയുന്നു, മയക്കുമരുന്നുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങൾ പുറത്തുവിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി കൂടുതൽ വ്യക്തത കൈവരും.